കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മരണം 15ആയി. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പത്തനംതിട്ടയിൽ അതിതീവ്ര മഴ. മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലേർട്ട്. ഡാമിന്റെ ഷട്ടറുകൾ ഉടൻ തുറന്നേക്കും. പമ്പയിലും ജലനിരപ്പ് ഉയരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ. ഇടുക്കിയിലും കോട്ടയത്തും മലയോര മേഖലയിൽ അതിശക്തമായ മഴ. ഇടുക്കിയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി. നേരിയമംഗലം മുതൽ അടിമാലി വരെ രാത്രി യാത്രാ നിരോധനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം വിലക്ക്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ സിപിഎം പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം. ഗൂഢാലോചന നടത്തിയ നേതാക്കളെ കണ്ടെത്തിയിട്ടില്ലെന്നും ഗുരുതര സ്വഭാവമുള്ള കുറ്റമെന്നും ജാമ്യം നൽകരുതെന്നും ഇഡി. അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം ഊർജിതമാക്കി സൗദി അറേബ്യ. ചർച്ചകൾ ഉടൻ വേണമെന്ന് ട്രംപിനോട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. നയതന്ത്ര പരിഹാരങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും പ്രഖ്യാപനം.